ഇറാനുമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ മാരീഫ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഔദ്യോഗിക പത്രം ട്രംപിനെതിരെ അതിശക്തമായ വിമർശനവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നത് അബ്രഹാം കരാർ എന്നതായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത്. അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇസ്രയേലിനെ അംഗീകരിക്കുകയും ഇസ്രയേലുമായി നോർമലൈസേഷൻ കരാറിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് അബ്രഹാം കരാറിലൂടെ, അബ്രഹാം അക്കോർഡ്സിലൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന് ശേഷം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കുകയാണ്. അബ്രഹാം കരാറിന് പകരം മുഹമ്മദ് അക്കോർഡ്സിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് നിലവിൽ സുന്നികളും ഷിയാക്കളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പാകിസ്ഥാനും അതുപോലെ സൗദി അറേബ്യയും ഇറാനും അടക്കം സഹകരിക്കുന്ന ഒരു സുന്നി ഷിയ സഹകരണത്തിന്റെ ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പാകിസ്ഥാനും സൗദി അറേബ്യയും ഇറാനും ഇപ്പോൾ കൈകോർക്കുന്നു, തുർക്കിയും അതിൽ പങ്കുചേരുന്നു. ഇങ്ങനെ ഒരു മുഹമ്മദ് അക്കോർഡ്സിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് മുഹമ്മദ് നബി അംഗീകരിക്കുന്ന എല്ലാവരും തമ്മിലുള്ള ഒരു ഏകീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുമ്പ് ഷിയാക്കളും സുന്നികളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഐക്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രംപ് നടത്തിയ യുദ്ധം ഇസ്രായേലിന് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പത്രം പറയുന്നത്. UAEയും അതുപോലെ ബഹ്റൈനും ഒഴിച്ച് ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ അബ്രഹാം കരാറിൽ അംഗമായിട്ടില്ലെങ്കിലും അവരെല്ലാം അംഗമാകാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ചില ഉപാധികൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സുരക്ഷ കൊണ്ട് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഒരു ഫലവുമില്ല. ഇറാനിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതമാവാനോ അവരുടെ സംരക്ഷണ സംവിധാനങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇസ്രയേലുമായി കരാറിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ഈ രാഷ്ട്രങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം അവർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ച താഡ് സംവിധാനങ്ങൾ, അതിന്റെ റഡാർ സംവിധാനങ്ങൾ പോലും ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായി സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് പകരം ഈ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എടുത്തുകൊണ്ടുപോയി ഇസ്രയേലിന് 100% സുരക്ഷ ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യത്തിൽ വിശ്വാസമില്ല എന്നാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാട്. അതവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള സഹകരണത്തിലേക്കാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ പത്രം രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും യുദ്ധം കൊണ്ട് നേട്ടമല്ല ഇസ്രയേലിനും അമേരിക്കക്കും ഉണ്ടായിരിക്കുന്നത്. ഈ യുദ്ധത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇറാൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇനി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവശ്യമില്ല. ഇനി ഇറാനുമായി സഹകരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ നിലപാട് എന്നിടത്തേക്ക് ഈ രാഷ്ട്രങ്ങളെ അമേരിക്കയും ഇസ്രയേലും എത്തിച്ചു. അല്ലെങ്കിൽ ഇറാന്റെ അതിശക്തമായ തിരിച്ചടി അവരെ അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചു എന്ന് വേണ്ടി വരും നമ്മൾ പറയാൻ.